ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വീണ്ടും കർത്താവ് നമുക്ക് ഒരുക്കി തന്ന നല്ല ഒരു ദിവസത്തിനായി നമുക്ക് നന്ദി പറയാം. പരിശുദ്ധാത്മാവിൽ നമ്മൾ ശക്തിയുള്ളവരും തീഷ്ണതയുള്ളവരും ദൈവത്തിന്റെ ആത്മാവിന്റെ വിളിക്കനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കാൻ യോഗ്യത പ്രാപിച്ചവരുമായിരിക്കാൻ നമുക്ക് ഈ ഭൂമിയിൽ ദൈവം തരുന്ന ഒരു അവസരങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറയാം. അല്പനേരം എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് നമുക്ക് അല്പനേരം സ്തുതിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ ലശല റബ 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 ഹല്ലേലൂയ 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 Thank you, Lord. Praise the Lord. Hallelujah. Hallelujah, 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 ദൈവത്തിന്റെ ആത്മാവിൽ ദൈവവുമായിട്ടുള്ള നമ്മുടെ തീഷ്ണത വർദ്ധിക്കുന്തോറും ദൈവത്തിന്റെ ആത്മാവിൽ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം വർദ്ധിക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ മേൽ ദൈവം ചിലത് ആക്കി വെക്കുന്നത്, ചിലത് കൈമാറുന്നത്, ചില ഉത്തരവാദിത്തങ്ങൾ ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം അകന്നാണെങ്കിൽ ദൈവം തന്റെ ഉത്തരവാദിത്തങ്ങളൊന്നും ദൈവം ഏൽപ്പിക്കുകയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ മറന്നു പോകരുത്, ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം വർദ്ധിക്കുന്നതായിരിക്കണം നമ്മുടെ വിശുദ്ധ ജീവിതത്തിലെ ഏറ്റവും വലിയ തീഷ്ണത. ആ ബന്ധം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്
നമ്മൾ എന്ത് വില കൊടുത്തും അതിനെ പ്രാപിച്ചെടുക്കുക എന്നുള്ളത് നമ്മൾ എപ്പോഴും കാത്തു സൂക്ഷിക്കണം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ ദൈവം ചില കാര്യങ്ങളെ നമ്മുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു തരുമ്പോൾ നമ്മൾ ആ ചെയ്യുന്ന കാര്യത്തിലുള്ള നമ്മുടെ സമർപ്പണം, വിശ്വസ്തത, തീഷ്ണത, അതിനോടുള്ള നമ്മുടെ എന്താ പറയുക, അധികമായ ആഗ്രഹം, ഇഷ്ടം, ആ സ്നേഹം, ആ ദൈവസ്നേഹം ഒക്കെയാണ് നമ്മളെ ആ ഏൽപ്പിക്കുന്ന ശുശ്രൂഷകളിൽ ഒരു പ്രബലത, ഒരു സൂപ്പർ നാച്ചുറൽ ലെവലിലുള്ള ഒരു ദൈവപ്രവൃത്തി അവിടെ കാണപ്പെടുകയുള്ളൂ. ഏതിന് വേണ്ടി ദൈവം നമ്മളെ വിളിച്ചോ, അല്ലെങ്കിൽ ഏത് ശുശ്രൂഷയ്ക്കായി ദൈവം നമ്മളെ ഒരു സ്ഥലത്തേക്ക് അയക്കുന്നു, ആ സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ, അവിടെ എത്തുമ്പോൾ, അവിടേക്ക് വേണ്ട ദൈവപ്രവൃത്തി സംഭവിക്കണമെങ്കിൽ അതിനു മുൻപായി നാമും ദൈവവുമായിട്ടുള്ള ബന്ധം ആഴമുള്ളതും ദൃഢമുള്ളതും സ്ട്രോങ് ഉള്ളതുമായിരിക്കണം. അതിൽ നമ്മൾ തീഷ്ണത കാണിച്ചാൽ മാത്രമേ, അതിൽ നമ്മൾ വിശ്വസ്തത കാണിച്ചാൽ മാത്രമേ, അതിനോട് നമ്മൾ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമോ, അതിനുവേണ്ടി ഏറെ പ്രാർത്ഥിക്കണമോ, ഏറെ ഉപവസിക്കണമോ, ഏറെ ജാഗരിക്കണമോ, ഏറെ വചനത്തിലിരിക്കണമോ, ഏറെ ദൈവിക വെളിപാടുകൾ സ്വീകരിക്കണമോ, എന്തൊക്കെ ചെയ്യേണ്ടതുണ്ടോ അതെല്ലാം നമ്മൾ ചെയ്താൽ മാത്രമേ നമ്മളെ ദൈവം അയക്കുന്ന സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ ആ ശുശ്രൂഷയിൽ ദൈവപ്രവൃത്തി ശക്തമായി വെളിപ്പെടുകയുള്ളൂ. ഇല്ലെങ്കിൽ സാധാരണ നിലയിലുള്ള ഒരു ദൈവപ്രവൃത്തി മാത്രമേ ദൈവം ചെയ്യുകയുള്ളൂ. ഹല്ലേലൂയ. ഒരു ദൈവ ശുശ്രൂഷയ്ക്കായി ദൈവം നിയോഗിച്ചു കഴിഞ്ഞാൽ നമുക്കെപ്പോഴും കൂറും വിശ്വസ്തതയും ഉള്ളത് ദൈവത്തോടായിരിക്കണം, വേറെ ഒന്നിനോടും ഉണ്ടാകരുത്. ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ പ്രവചനങ്ങളെക്കുറിച്ചും പ്രവാചകന്മാരെക്കുറിച്ചും അവരുടെ പ്രത്യേകതകളെക്കുറിച്ചും അവരെ ദൈവം ഉപയോഗിക്കുന്ന രീതികളെക്കുറിച്ചൊക്കെയാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദിനങ്ങൾ തുടർമാനമായി. പ്രിയമുള്ളവരെ, സംഖ്യാപുസ്തകം 24 അധ്യായത്തിൽ നമ്മൾ മുൻപ് പറഞ്ഞു വെച്ചത് ഇതാണ്. 15-ാം തിരുവചനത്തിലെ ബാലാം പ്രവാചകന്റെ പ്രവചന രീതിയെക്കുറിച്ച്, അദ്ദേഹം പ്രവചിക്കാൻ തുടങ്ങുന്ന ഒരു രീതിയെക്കുറിച്ചാണ് നമ്മൾ അവിടെ പഠിച്ചത്, അത് നമ്മൾ കണ്ടത്. എന്നാൽ പ്രിയമുള്ളവരെ, എങ്ങനെയാണ് പ്രവചനങ്ങളൊക്കെ ഉണ്ടാകുന്നത്, പ്രവചനങ്ങൾ എങ്ങനെയാണ് ഒരു പ്രവാചകന് മനസ്സിലാകുന്നത്, ഇതാണ് പ്രവചനം എന്നൊക്കെയുള്ള ചില കാര്യങ്ങളാണ് ദൈവത്തിന്റെ ആത്മാവിൽ നമ്മൾ ഇന്ന് പഠിക്കുക. ദൈവത്തിന്റെ ആത്മാവ് എങ്ങനെയാണോ വിളമ്പിത്തരുന്നത് അതനുസരിച്ചാണ് ഇന്ന് നമ്മൾ ഈ ശുശ്രൂഷ സ്വീകരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു സംഭവമാണല്ലോ സംഖ്യാപുസ്തകം 24-ാം അധ്യായം, അതിന്റെ 15 മുതലുള്ള തിരുവചനങ്ങൾ. ബാലാം പ്രവചനം തുടർന്നു. ബയോറിന്റെ മകൻ ബാലാമിന്റെ പ്രവചനം. എന്റെ പ്രിയമുള്ളവരെ, ഓരോ പ്രവാചകനും ഒരു അഡ്രസ് ഉണ്ട്. നമ്മളെ ദൈവം വിളിച്ചു, അതൊരു സത്യമാണെങ്കിലും ഞാനുമായിട്ടുള്ള ഈ ഭൂമിയിലെ എൻ്റെ ബന്ധങ്ങളെ ദൈവം ഒരിക്കലും മുറിച്ചു കളയുന്നില്ല. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ബയോറിന്റെ മകൻ ബാലാം. പ്രവാചകനായി വിളിച്ചത് ബാലാമിനെയാണ്. ബയോറിന് എന്ന് പറഞ്ഞാൽ ബാലാമിന്റെ അപ്പന് ഇവിടെ പ്രത്യേകതകളൊന്നുമില്ല. പക്ഷെ എങ്കിലും ദൈവം ഒരാളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിയെ ദൈവം എവിടെ ആക്കി വെച്ചോ, അല്ലെങ്കിൽ ആരുടെ മകനാക്കിയോ, ഏത് കുടുംബത്തിലാക്കിയോ, അതെല്ലാം പറയുവാൻ, എനിക്കുള്ളതിനെ പരിചയപ്പെടുത്തുവാൻ നമ്മുടെ ദൈവത്തിന് എപ്പോഴും ഇഷ്ടമാണ്. കാരണം ദൈവത്തിൻ്റെതിനെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ ദൈവത്തിൻ്റെത് എവിടെയാണോ നിൽക്കുന്നത് അത് ദൈവത്തിന് പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്, പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്, പ്രധാനപ്പെട്ട ഭവനമാണ്, ഒരു പ്രധാനപ്പെട്ട കുടുംബത്തിലാണ് ഇവനായിരിക്കുന്നത്. ദൈവം അങ്ങനെ ഒരു ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു സ്ഥലത്താണ് ഒരു ദൈവ ശുശ്രൂഷകൻ ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു അപ്പന്റെ മകനായിട്ടാണ് ബാലാമിന് ദൈവം ബയോറിന്റെ മകനായി ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ഒരാൾ ദൈവം തെരഞ്ഞെടുത്തു എന്നതുകൊണ്ട് അയാൾ മാത്രമാണ് ദൈവസന്നിധി വിലയുള്ളവൻ എന്നൊരർത്ഥമില്ല. ദൈവം വളർത്തി വലുതാക്കാൻ വേണ്ടി ദൈവം ഈ പ്രവാചകനെ, ഈ ദൈവ ശുശ്രൂഷകനെ ഒരമ്മയ്ക്കോ ഒരു അപ്പനോ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ ആ അമ്മയും അപ്പനും ചെയ്ത കാര്യങ്ങളെ
വിസ്മരിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. അവർ ആ ഒറ്റ കാരണത്താൽ, ആ അപ്പനും അമ്മയും ആ ഒറ്റ കാരണത്താൽ, അല്ലെങ്കിൽ ആ ഭർത്താവും ആ ഭാര്യയും ആ ഒറ്റ കാരണത്താൽ, അല്ലെങ്കിൽ ആ കുടുംബം ആ ഒറ്റ കാരണത്താൽ ദൈവസന്നിധിയിൽ ശ്രേഷ്ഠതയുള്ളവരായി തീരും. പ്രിയമുള്ളവരെ, ദൈവത്തിന് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ചെറുതോ വലുതോ ആയി എന്ത് ചെയ്താലും ദൈവം മാനിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ, ശുശ്രൂഷ ജീവിതത്തിൽ നമ്മളെ പലരും സഹായിച്ചിട്ടുണ്ട്. അവരെ ഒന്നും ദൈവം വിസ്മരിക്കുന്നില്ല. നമ്മളെ പലപ്പോഴും പലരും പല വിധത്തിൽ സഹായിച്ചിട്ടുണ്ടാകും. പല കാര്യങ്ങൾ കൊണ്ട്, പല വസ്തുക്കൾ കൊണ്ട്, സാമ്പത്തികമായി, പ്രാർത്ഥനാപരമായി പലതിലും നമ്മളെ സഹായിച്ചിട്ടുണ്ടാകാം. നമ്മൾ ഒറ്റയ്ക്കൊരു വളർച്ചയില്ല ഈ ഭൂമിയിൽ. പലരാൽ കൂടിക്കലർന്നിട്ടുള്ള ഒരു ദൈവിക സംവിധാനത്തിന്റെ വളർച്ചയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഒരു ദൈവത്തിന്റെ പ്രവാചകൻ എന്ന നിലയിൽ, ഒരു സുവിശേഷകൻ എന്ന നിലയിൽ, ഒരു ദൈവത്തിന്റെ പ്രിയപ്പെട്ടവൻ എന്ന നിലയിൽ നമ്മളെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തികൾക്ക് ദൈവം ഈ ഭൂമിയിൽ വെച്ചും വരുവാനുള്ളതിലും വലിയ കൃപയും വലിയ അനുഗ്രഹമാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതാണ് ഈശോ പറഞ്ഞത്, എൻ്റെ നാമത്തെ പ്രതി നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ ഈ ലോകത്തിലും വരുവാനുള്ളതിലും പ്രതിഫലമുണ്ടെന്ന്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ആ ഒരു കാര്യം, ആ ഒരു പ്രത്യേകത മറന്നു പോകരുത്. നമുക്ക് വേണ്ടി ഒരു ദൈവ ശുശ്രൂഷകൻ എന്ന നിലയിൽ, ഒരു പ്രവാചകന് വേണ്ടിയോ ഒരു ദൈവ ശുശ്രൂഷകന് വേണ്ടിയോ ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. ആ വ്യക്തിക്ക് ആ പ്രവാചകന്റെ ദൈവസന്നിധിയിലുള്ള വിലയോടൊപ്പം തന്നെ ഈ പ്രാർത്ഥിച്ച വ്യക്തിക്കും ദൈവം ഒരു വില കൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം അങ്ങനെ ഒരു ദൈവമാണ്. നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി ആരെങ്കിലും ദൈവശുശ്രൂഷകളെ പ്രതി ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അവനെ വിസ്മരിക്കുന്ന ഒരു ദൈവമല്ല, അവനെന്നും ഓർക്കുന്ന ഒരു ദൈവമാണ്. അങ്ങനെയുള്ളവരെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ദൈവരാജ്യത്തിൽ ആയിരിക്കുന്ന നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്, നമ്മളെ സഹായിച്ചവരെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. നമ്മളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കന്മാരെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. നമ്മൾക്കൊരു നന്മ ചെയ്തു തന്നവരെ, നമുക്ക് ഒരു നല്ല വസ്ത്രം വാങ്ങിച്ചു തന്നവരെ, നമുക്കൊരു ആഹാരം വാങ്ങിച്ചു തന്നവരെ, നമ്മുടെ മിനിസ്ട്രിയെ സഹായിച്ചവരെ, അവർക്കൊക്കെ വേണ്ടി എന്നും നമ്മൾ പ്രാർത്ഥിക്കാൻ ബാധ്യസ്ഥരാണ്. അവരുടെ മേലൊരു സർവീസ് നമുക്കുണ്ട്. അത് ഒരിക്കലും മറന്നു പോകരുത്. ഇന്നലകളെ മറന്ന് നമ്മൾ മുൻപോട്ട് ഓടരുത്. ഇന്നലകളെ ഒരിക്കലും നമ്മൾ മറക്കരുത്. ഇന്നലകളെ മറക്കരുത്. ആ ഒരു പദം നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതി വെക്കണം. ഇന്നലകളെ മറന്നു പോകരുത്. ഇന്നലകളിൽ നടന്നു വന്ന വഴികളിൽ, ഇന്നലകളിൽ നമ്മളെ സഹായിച്ചവരെ നമ്മൾ ഒരിക്കലും മറക്കരുത്. നമ്മളിപ്പോൾ ഒരു ഉയർന്ന നിലയിൽ ശുശ്രൂഷയിൽ ദൈവത്താൽ ഒരുപക്ഷെ ഉപയോഗിക്കപ്പെടുന്നുണ്ടാകാം. എങ്കിലും നമ്മുടെ ആദ്യകാല ശുശ്രൂഷകളിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ടാകും, നമ്മളെ പഠിപ്പിച്ചവരുണ്ടാകും, നമ്മളെ സഹായിച്ചവരുണ്ടാകും. അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനും ദൈവസന്നിധിയിൽ അവരുടെ കാര്യങ്ങൾ ഓർപ്പിക്കാനും ഒക്കെ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മൾ എപ്പോഴും അങ്ങനെ ഒരു ദൈവസ്നേഹത്തിന്റെ നിറവിൽ അങ്ങനെ ഒരു വ്യക്തിത്വം നമ്മളിൽ രൂപപ്പെടുത്തിയെടുക്കണം. ഒരു ശുശ്രൂഷകന്റെ മനോഭാവത്തിൽ ശ്രേഷ്ഠമായ ഒരു മനോഭാവമായി കാണണം. ഇന്നലകളെ മറക്കരുത്. നമ്മൾ നടന്നു വന്ന വഴികളിൽ, കടന്നു വന്ന ജീവിതങ്ങളിൽ, ഇന്നലകളിൽ കണ്ടുമുട്ടിയ വ്യക്തികളിൽ, നമ്മളെ സഹായിച്ചവരിൽ ഒക്കെ നമുക്കൊരു ബന്ധമുണ്ടാകണം. അവരെ മറന്ന് നമ്മൾ ഒന്നും ചെയ്യരുത്, ചെയ്യുവാൻ പാടുള്ളതല്ല. ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, എൻ്റെ വിശുദ്ധ ജീവിതത്തിൽ, ശുശ്രൂഷ ജീവിതത്തിൽ എന്നെ ഒരുപാട് പേർ സഹായിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി എല്ലാ ദിനങ്ങളിലും എന്ന പോലെ ഞാൻ പ്രാർത്ഥന കഴിക്കാറുണ്ട്. അവരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ചെറിയ തോതിലോ വലിയ തോതിലോ ഒക്കെ എന്നും ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്. കർത്താവേ, ചെറിയ തോതിലും വലിയ തോതിലൊക്കെ എന്നെ സഹായിക്കുന്നവർ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഒരുപാട് വിശുദ്ധ കുർബാനകളിൽ അവരെ ദൈവസന്നിധി ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരുപാട് ശുശ്രൂഷ സമയങ്ങളിലൊക്കെ ഞാൻ അവർക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവേ, എൻ്റെ ഇന്നലകളിലെ വഴികളിൽ എന്നെ സഹായിച്ചവർ, എന്നെ കണ്ടുമുട്ടിയവർ, എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളവർ, അവരെല്ലാം ഞാൻ അനുഗ്രഹിക്കുന്നു. ഒപ്പം ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്, കർത്താവേ, എൻ്റെ ഇന്നലകളിൽ എന്നെ വേദനിപ്പിച്ചവർ, അവരെന്നെ വേദനിപ്പിച്ചപ്പോൾ എനിക്ക് വേദന അനുഭവിച്ചതിന് കാരണം എനിക്കിപ്പോഴാണ് മനസ്സിലായത്, എനിക്ക് അഹങ്കാരം അന്നുണ്ടായിരുന്നു. ഞാൻ എന്തോ വലിയ പുള്ളിയാണ് എന്നുള്ള ഭാവമുള്ളത് കൊണ്ടാ എനിക്കെതിരെ അപവാദം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ വിഷമിച്ചത്.
എന്നാൽ ഞാൻ കർത്താവിന്റെ ഒറിജിനൽ ആണെങ്കിൽ അതിലൂടെ എനിക്കൊരു അനുഭവം മാത്രമായി കടന്നു പോകേണ്ടതായിരുന്നു. പക്ഷെ പലപ്പോഴും എനിക്കത് വേദനയായി തോന്നി. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അന്ന് ഞാനൊരു അഹങ്കാരി ആയതുകൊണ്ടാ എനിക്ക് വേദന ഉണ്ടായത് എന്ന്. ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവരാജ്യ ശുശ്രൂഷകളിൽ നമുക്ക് ഇന്നലകളെ മറന്ന് ഇന്നൊന്നും ചെയ്യാൻ ഉള്ളതല്ല, ചെയ്യാൻ പാടുള്ളതല്ല, അങ്ങനെ ഒരു വിശുദ്ധ ജീവിതം നമുക്കില്ല. ആ കാര്യം മറന്നു പോകരുത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ വിശുദ്ധ ജീവിതത്തിലെ ഇന്നലകളിൽ ഏതെങ്കിലുമൊക്കെ നമുക്കെതിരെ അപവാദം വരുന്നു. നമ്മൾ ഒരുപക്ഷെ സ്വപ്നത്തിൽ കാണാത്തൊരു കാര്യം, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ബലഹീനത നിമിത്തം ഏതെങ്കിലുമൊക്കെ കാരണങ്ങളാൽ എന്തെങ്കിലുമൊക്കെ ചെയ്തതിന്റെ പേരിൽ, ഒരുപക്ഷെ ചെയ്യാത്തതിന്റെ പേരിലൊക്കെ നമുക്കെതിരെ വലിയ ആക്രോശങ്ങളും വലിയ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, വലിയ വേദനകളൊക്കെ അന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മസ്റ്റാണ്: നമ്മൾ ഇതുവരെയും കർത്താവിൽ മരിച്ചിട്ടില്ല. കർത്താവിൽ മരിച്ച് കർത്താവിൽ ജനിക്കണം. കർത്താവിൽ മരിക്കുന്ന വ്യക്തിക്ക് ആരെന്ത് പറഞ്ഞാൽ നമുക്കെന്താ? നമ്മളൊരാൾ തല്ലി, നമ്മളെ ഒരാൾ ഉപദ്രവിച്ചു, നമുക്കൊന്നും സംഭവിക്കുന്നില്ല. നമുക്ക് അഹങ്കാരമുണ്ടെങ്കിൽ എന്നെ അവർ തല്ലി, എന്തൊരു ഈഗോ, ഒരു എന്താ പറയാ, ഒരു നമ്മുടെ വ്യക്തിത്വത്തെ എന്താ പറയാ, അവർ വ്യക്തിത്വത്തെ നശിപ്പിക്കുന്ന പോലത്തെ ഫീൽ ഉണ്ടാകുന്നു. അതൊക്കെ സത്യമായും നമ്മളിൽ ഒരു അഹങ്കാരം, നമ്മളൊരു വലിയ ദൈവ ശുശ്രൂഷകനാണ്, നമ്മൾ എന്തൊക്കെയോ ആണ് എന്നൊക്കെ ഒരു സംഭവം നമ്മൾ അറിയാതെ നമ്മളിൽ ഇങ്ങനെ അലിഞ്ഞു കിടക്കുന്നതാണ് ഇതിന്റെ അടിസ്ഥാന കാരണം. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഇന്നലകളിലെ ദൈവരാജ്യ കഷ്ടങ്ങളെ, ദൈവരാജ്യ അനുഭവങ്ങളിലെ നൊമ്പരങ്ങളെ നമുക്ക് സന്തോഷത്തിൽ ഇന്ന് കാണാൻ കഴിയുന്നുവെങ്കിൽ നമ്മൾ ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവ ശുശ്രൂഷകനാണ്. ഇല്ലെങ്കിൽ നമ്മൾ തോറ്റുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകന്ന് പോകുന്ന ഒരു വ്യക്തിത്വത്തിലേക്ക് നമ്മൾ എന്താ പറയുക താണുകൊണ്ടിരിക്കുകയായിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ ഇപ്പോഴുള്ള അവസ്ഥകളിൽ ഇന്നലകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കതൊരു പഠനമാണോ വരുന്നത്, വേദനയാണോ വരുന്നത്? അതൊക്കെ ഒരു അനുഭവമാണ്. എന്നാൽ ഇന്ന് ആ അനുഭവത്തിൽ നിന്നും ഒരു ബിൽഡിംഗ് എനിക്ക് പണിയുവാൻ, എനിക്ക് ഇന്നലകളുടെ അനുഭവങ്ങളിൽ നിന്ന് ഒരു പുതിയ സംഭവത്തെ രൂപപ്പെടുത്തി എടുക്കുവാൻ കഴിയുന്നു എങ്കിൽ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം: നമ്മൾ കർത്താവിന്റെ കൂടെയാണ്. അല്ലെങ്കിൽ നമ്മൾ കർത്താവിന്റെ കൂടെ അല്ല. കർത്താവിൽ വിശ്വാസത്തിലൊക്കെയാണ്, ദൈവ ശുശ്രൂഷയിലൊക്കെയാണ്, പക്ഷെ കൂടെ. ഹല്ലേലൂയ. മറന്നു പോകരുത് ആ പദം. ദൈവം ഒരിക്കലും നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരെ വിസ്മരിക്കുന്ന ദൈവമല്ല. അതുകൊണ്ട് തന്നെ നമ്മളും ഒരിക്കലും അതൊന്നും വിസ്മരിക്കരുത്. ആ ഒരു കാര്യം പ്രത്യേകമായി നിങ്ങൾ ഓർക്കണം. ഇതാ സംഖ്യാപുസ്തകം 24:15 തിരുവചനത്തിൽ പറയുന്നു, ബായോറിന്റെ മകൻ ബാലാമിന്റെ പ്രവചനം. ഈ പദം നിങ്ങൾ ശ്രദ്ധിക്കണം. ബാലാമിന്റെ പ്രവചനം എന്ന് എഴുതിയിരിക്കുന്നത്, ദൈവത്തിന്റെ പ്രവചനം എന്നൊരു പദം അവിടെ ഇല്ല. ബാലാമിന്റെ പ്രവചനം. പ്രിയമുള്ളവരെ, ദൈവത്തിന് പ്രവചിക്കേണ്ട ഒരു അവസ്ഥയില്ല. കാരണം ദൈവം ഒരിക്കലും ഒരു പ്രവാചകനല്ല. ദൈവം പ്രവാചകനെ പോലെ തുലനം ചെയ്യാനോ അങ്ങനെ ഒരു പദം പറയാൻ പോലും പാടുള്ളതല്ല. ദൈവം ഒരിക്കലും ഒരു പ്രവാചകനല്ല. എന്നാൽ ദൈവം കാര്യങ്ങൾ പറയുന്നു. ദൈവത്തിന്റെ കാര്യസ്ഥനായ ആ വ്യക്തിയുടെ മേൽ ദൈവകാര്യം വന്ന് വീഴുമ്പോൾ ആ കാര്യസ്ഥൻ ആ പദം അല്ലെങ്കിൽ ആ വാക്ക് അല്ലെങ്കിൽ ആ സംഗതി, ആ കാര്യം അവതരിപ്പിക്കുന്നത് പ്രവചന രീതിയിലാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രവാചകനാണെന്ന് പറയുന്നതെങ്കിൽ ആ പറയുന്നതാണ് പ്രവചനം. ദൈവം ഒരിക്കലും പ്രവചനമല്ല അറിയിക്കുന്നത്, ദൈവം കാര്യങ്ങൾ മാത്രമാണ് അറിയിക്കുന്നത്. ഒരു പ്രവാചകൻ ദൈവിക കാര്യം കൈകാര്യം ചെയ്യുമ്പോൾ അവനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ ദൈവാത്മാവിന്റെ നീരൊഴുക്കാണ്, ആ ജീവജലത്തിന്റെ ഒരു ഭാഗമാണ് പ്രവചനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ബാലാമിന്റെ പ്രവചനം എന്ന് പറഞ്ഞാൽ ആ പുള്ളിക്കാരൻ സ്വന്തമായിട്ടുണ്ടാക്കിയ ഒരു സംഭവമല്ല. ഇത് ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന ദൈവിക കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ദൈവിക കാര്യം ദൈവത്തിന്റെ പ്രവാചകൻ കൈകാര്യം ചെയ്ത് അവന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് അതൊരു പ്രൊഫറ്റിക്കൽ
വേടായി മാറുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, നമ്മുടെ കൈകളിൽ ദൈവം ചിലത് തരുമ്പോൾ അത് നമ്മുടെ തന്നെ ആയിട്ടാണ് ദൈവം കൈമാറിയിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ദൈവം എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ, ഒരു ശുശ്രൂഷ പദവി, അല്ലെങ്കിൽ ഏതെങ്കിലും ശുശ്രൂഷയുടെ ഏതെങ്കിലും സെക്ഷൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രീച്ചിങ്ങോ ടീച്ചിങ്ങോ, ഏതാണ് ദൈവം ഈ സമയം അല്ലെങ്കിൽ ഓരോ സമയങ്ങളിൽ ഏൽപ്പിക്കുന്നത്, പഠിപ്പിക്കാനാണെങ്കിൽ അങ്ങനെ, പ്രസംഗിക്കാനാണെങ്കിൽ അങ്ങനെ, എന്താണോ ദൈവം എൻ്റെ കയ്യിൽ തന്നത്, അതിന് എത്ര മനോഹരവും ദൈവമഹത്വത്തിന് കാരണമാകുന്ന വിധത്തിൽ, എത്ര തന്നെ ഏത് വിധത്തിൽ എങ്ങനെ ഞാൻ ഉപയോഗിക്കണമോ എന്നുള്ളത് അത് എന്നിൽ നിക്ഷിപ്തമാണ്. മറന്നു പോകരുത്. ഒരു ദൈവ ശുശ്രൂഷകന്റെ കൈകളിൽ ദൈവ ശുശ്രൂഷ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ദൈവ ശുശ്രൂഷ ദൈവത്തിന്റെ ആണെങ്കിലും ഇപ്പോൾ ഇത് ഈ ശുശ്രൂഷകന്റെ കൈകളിലാണ്. ആ ശുശ്രൂഷകനാണ് ഇനി അത് ഏറ്റവും മനോഹരമായി പുറത്തെടുത്ത് കൈകാര്യം ചെയ്യേണ്ടത്. അതെങ്ങനെ അവതരിപ്പിക്കണം, ഏത് രീതി ഉപയോഗിക്കണം, ഏത് മെത്തേഡ് ഉപയോഗിക്കണം എന്നെല്ലാം ഈ ദൈവ ശുശ്രൂഷകനിൽ നിക്ഷിപ്തമാണ്. എന്ന് പറഞ്ഞാൽ ദൈവം കൈമാറിക്കഴിഞ്ഞാൽ അത് ഇവന്റെ ഉള്ളിൽ ഇവന് സ്വന്തമാണ്. ഇത് ഈ പ്രവാചകന് സ്വന്തമാണ്. ഇത് ഈ ദൈവ ശുശ്രൂഷകന് സ്വന്തമാണ്. ദൈവം നമ്മളെ ഒരു മിനിസ്ട്രിക്ക് വേണ്ടി ഒരു രാജ്യത്തിലേക്ക് അയച്ചു. അവിടെ ചെല്ലുന്നതിന് മുമ്പ് നമുക്കൊരു പാക്കേജ് തന്നിട്ടുണ്ടാവും, ഇന്ന സെക്ഷനുകൾ പഠിപ്പിക്കണമെന്ന്. ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോഴായിരിക്കും പഠിപ്പിക്കുന്നത്. എന്താണോ പഠിപ്പിച്ചത് അത് എന്നിൽ നിക്ഷിപ്തമായി എൻ്റെ ഉള്ളിൽ അലിഞ്ഞു ചേർന്നു. ഇനി ഞാനത് ഏത് വിധത്തിൽ എങ്ങനെയൊക്കെ അവതരിപ്പിക്കണമോ, ഏത് തലത്തിൽ, ഏത് നിലയിൽ, ഏത് നിറവിൽ, ഏത് തീഷ്ണതയിൽ, ഏത് വാക്കുകളിൽ എങ്ങനെ അത് അവതരിപ്പിക്കണമോ അത് എനിക്ക് അവതരിപ്പിക്കാവുന്നതാണ്. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ഓരോ ദൈവ ശുശ്രൂഷകന്റെ ശുശ്രൂഷയും ദൈവം അവന്റെ കൈകളിലേക്ക് കൊടുക്കുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഏറ്റവും മനോഹരമായി, ഏറ്റവും ഉയർന്ന നിലയിൽ, ഏറ്റവും നല്ല നിലയിൽ ഈ ദൈവ ശുശ്രൂഷകൻ വിതച്ചും കൊയ്തും അധ്വാനിച്ചും ഇതിൽ നിന്ന് ആയിരങ്ങളെ, പതിനായിരങ്ങളെ, ലക്ഷങ്ങളെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇവനെ ഞാൻ ഏൽപ്പിക്കുന്ന ഈ താലന്ത് കൊണ്ട് കഴിയും എന്നുള്ള പൂർണ്ണ ബോധ്യത്തിലാണ് ദൈവം ഇത് അവന്റെ കൈകളിൽ കൊടുത്തിരിക്കുന്നത്. ഈശോ താലന്ത് കൊടുത്ത ഒരു ഉപമയെക്കുറിച്ച് പറയുമ്പോൾ, താലന്ത് അവന്റെ കയ്യിൽ കൊടുത്തു, അത് അവന്റെ സ്വന്തമായിരുന്നു. അവൻ എങ്ങനെ അത് വിനിയോഗിക്കണമായിരുന്നു, അങ്ങനെ അവന് വിനിയോഗിക്കാമായിരുന്നു. ഇതുപോലെയാണ് ദൈവ ശുശ്രൂഷകന്റെ കയ്യിൽ ദൈവം ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചാൽ പിന്നെ അത് അവന്റെയാണ്, അവന്റെ പ്രസംഗമാണ്. ദൈവത്തെക്കുറിച്ചുള്ള ദൈവാത്മാവിന്റെ പ്രചോദനത്താൽ ദൈവിക രഹസ്യങ്ങൾ അവൻ പറയുന്നുവെങ്കിലും അത് അവനിൽ നിന്ന് പുറപ്പെടുന്ന, അവനെ ഏൽപ്പിച്ച അവന്റെ ശുശ്രൂഷയാണത്. അതിനെ ദൈവം നോക്കിക്കണ്ടിരിക്കുന്നു. അത് ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഈശോ അവസാനമായി പിതാവിനോട് പറഞ്ഞത്, പിതാവേ, അങ്ങ് എന്നെ ഏൽപ്പിച്ചതെല്ലാം ഞാൻ പൂർത്തിയാക്കി. കണ്ടോ, ഈശോയുടെ കൈകളിലേക്ക് പിതാവ് ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ ഇത് ഈശോന്റെ കയ്യിൽ നിക്ഷിപ്തമാണ്. ഈശോ അത് ഏറ്റവും മനോഹരമായി, ഭംഗിയായി, ഏറ്റവും നല്ല നിലയിൽ ആ ശുശ്രൂഷ ചെയ്ത് ഫിനിഷ് ചെയ്ത് പിതാവിലേക്ക് പോയി. പിതാവിന്റെ കൈകളിൽ നിന്ന് ഈശോയ്ക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ എല്ലാം അത് ഈശോയുടെ സ്വന്തമാണ്, ഈശോയിൽ നിക്ഷിപ്തമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ആ ഒരു കാര്യം നമ്മൾ മറക്കരുത്. ദൈവം നമ്മളെ ഇപ്പോൾ ഒരാളെ കുറിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു സന്ദേശം തന്നു. ഇതൊരു സന്ദേശം കൈമാറി. ഇപ്പോൾ ആ സന്ദേശം എന്നിലായി കഴിഞ്ഞു. ഇത് എന്നിൽ നിക്ഷിപ്തമായി. എന്താണ് നിക്ഷിപ്തമായത്? ആ പ്രാർത്ഥിക്കേണ്ട വിഷയമല്ല നിക്ഷിപ്തമായത്, പ്രാർത്ഥിക്കേണ്ട ശുശ്രൂഷ എന്നിൽ കിടക്കുകയാണ്. അത് ഞാൻ വേണം ചെയ്യാൻ. എൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു എഫേർട്ടാണ് അതിന് വേണ്ടത്. അതിന് ദൈവം ഒന്നും ചെയ്യത്തില്ല. കണ്ടോ, ദൈവം ഏൽപ്പിച്ചു തന്നു. ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രവചനാത്മാവ് ഒരു സന്ദേശമുണ്ടായി, അല്ലെങ്കിൽ ഒരു സംഭവം നമുക്ക് വെളിപ്പെടുത്തി തന്നു. ഇത് നമ്മുടെ കൈകളിലേക്ക് തന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് എൻ്റെ ഉള്ളിലായി. ഇത് പിന്നെ ഞാനാണ് ഈ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി എടുക്കേണ്ടത്. എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നമുക്ക് ഈ ശുശ്രൂഷ പിതാവാം ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട് നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൽ നമുക്ക് ഭയങ്കര സഹായം ഉണ്ടാകാൻ തുടങ്ങും. ഈ ശുശ്രൂഷ അവതരിപ്പിക്കാൻ, ഈ പ്രാർത്ഥന നടത്താൻ,
ഈ എന്താ പറയാ ഈ ദൈവത്തിന്റെ ആ ആ ആ പർട്ടിക്കുലർ ഏരിയയിലുള്ള ആ ശുശ്രൂഷ എങ്ങനെയൊക്കെ ചെയ്യണമോ, എന്തൊക്കെ ചെയ്യണമോ, അതിന്റെ വേണ്ട ആശയങ്ങൾ, അതിന് വേണ്ട എന്താ പറയാ അനുബന്ധ കാര്യങ്ങൾ, അതിന് വേണ്ട ദർശനങ്ങൾ, അതിൻ്റെ അകത്ത് വേണ്ട എല്ലാ ആ സാധ്യതകളും തുറന്ന് 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 തരാൻ തുടങ്ങും. പിതാവിൽ നിന്ന് പുറപ്പെട്ടു വന്നു കഴിഞ്ഞു, അത് എന്നിൽ നിക്ഷിപ്തമായി. തുടർന്ന് നമ്മുടെ ഉള്ളിൽ സഹായകനായ ദൈവത്തിന്റെ പകരക്കാരനായ ഈ ഭൂമിയിലെ ദൈവം തന്നെയായ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഇരിക്കുകയാണ്. അപ്പൊ ദൈവത്തിന്റെ പകരക്കാരനായ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് സജീവമാകാൻ തുടങ്ങും. ദൈവ ശുശ്രൂഷ പിതാവിൽ നിന്ന് പുറപ്പെട്ടു വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മ പെട്ടെന്ന് സജീവമാവും. ഭയങ്കര രഹസ്യമാണ് ഞാനീ പറയുന്നത്. പിതാവിൽ നിന്ന് ദൈവ ശുശ്രൂഷ കൈമാറി നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ഒരു അവസരം വരുന്നു, ഒരു ശുശ്രൂഷ ഏൽപ്പിക്കപ്പെടുന്നു. ഇത് നമ്മുടെ ഉള്ളിലേക്ക് കൈമാറുന്ന സമയം മുതൽ പരിശുദ്ധാത്മ വേഗത്തിൽ സജീവമാകാൻ തുടങ്ങും. നമുക്ക് വേണ്ട ജ്ഞാനം തരും, ബോധ്യം തരും, ദർശനങ്ങൾ തരും, പഠിപ്പിക്കും, പരിശീലിപ്പിക്കും, വചനം തരും, അതിനുവേണ്ട വെളിപാടുകൾ തരും. അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളുടെ ആഴങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നടത്തിക്കൊണ്ടുപോകും. ഇങ്ങനെ കൊണ്ടുപോയി 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 അതിന്റെ ജ്ഞാനം കൊണ്ട് നമ്മളെ അങ്ങ് നിറയ്ക്കും. അതിന് ആ ശുശ്രൂഷയ്ക്ക് വേണ്ട എല്ലാം നമ്മുടെ ഉള്ളിലാക്കി തരും. കണ്ടോ, പിതാവിൽ നിന്ന് എന്ത് പുറപ്പെടുന്നു, എന്ത് ചെയ്യാൻ ഈ ഭൂമിയിൽ ഉണ്ടോ, അതിന്റെ മേലാണ് പരിശുദ്ധാത്മാവ് സജീവമാവാൻ തുടങ്ങുക. പിതാവിൽ നിന്ന് ഈ ഭൂമിയുടെ മേൽ എന്ത് പിതാവ് അയക്കുന്നു, അതിന്റെ മേൽ പരിശുദ്ധാത്മാവ് വേഗത്തിൽ സജീവമാകാൻ തുടങ്ങും. വളരെ പെട്ടെന്ന് സജീവമാകാൻ തുടങ്ങും, വേഗത വർദ്ധിപ്പിക്കും. ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന്റെ ഈ ചലനം, ഈ ഉള്ളിൽ കിടന്ന് അലയടിക്കുന്ന അല്ലെങ്കിൽ പരിശീലിപ്പിക്കുന്ന, എന്താ പറയാ, പ്രചോദിപ്പിക്കുന്ന ഈ ചലനം നമുക്ക് തിരിച്ചറിയാൻ പറ്റിയാൽ, പ്രചോദിപ്പിക്കുന്ന ഈ പ്രവൃത്തി, പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആത്മാവ് പ്രചോദിപ്പിക്കുക, ആത്മാവ് പ്രചോദിപ്പിക്കുക. നമുക്കറിയാവുന്ന ഒരു സംഭവമാണല്ലോ, നമ്മളെ അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തില് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് പീലിപ്പോസിന്റെ ഇടയിൽ ഇടപെടുന്ന ഒരു സംഭവം നമുക്ക് പരിചയമുള്ളതാണ്. അതിന്റെ 8-ാമത്തെ അധ്യായത്തില് പരിശുദ്ധാത്മാവി ഹല്ലേലൂയ ലശലറബബബബ പരിശുദ്ധാത്മാവ് 29-ാം തിരുവചനം. ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞിട്ടാണ് പീലിപ്പോസ് ഈ ഗാസയിൽ നിന്ന് വരുന്ന എത്യോപ്യക്കാരനായ ആ ഷണ്ടന്റെ ആ തേരിന്റെ അടുക്കലേക്ക് പരിശുദ്ധാത്മാവ് പീലിപ്പോസിനോട് പറഞ്ഞിട്ടാണ് ആ പരിശുദ്ധാത്മാവിനാൽ പീലിപ്പോസ് അയക്കപ്പെടുന്നത്. ദൂതൻ പറഞ്ഞിട്ടാണ് അയക്കപ്പെടുന്നത്. ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടാണ് പീലിപ്പോസ് ഈ ഷണ്ടന്റെ അടുക്കലേക്ക്, ആ തേരിന്റെ അടുക്കലേക്ക് പോകുന്നത്. അതിന്റെ 29-ാമത്തെ തിരുവചനത്തില് ഈ തേരിന്റെ അടുത്തെത്തി കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ഒന്ന് പ്രചോദിപ്പിച്ചു. ആ ശുശ്രൂഷയുടെ കറക്റ്റ് ടൈമായപ്പോൾ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കുകയാണ്, ഒന്ന് പുഷ് ചെയ്തു, ഒരു പുഷിങ് കൊടുത്തു. അവിടെ എഴുതിയിരിക്കുകയാണ്, ആത്മാവ് പീലിപ്പോസിനോട് പറഞ്ഞു. കണ്ടോ, ആത്മാവ് പീലിപ്പോസിനോട് പറഞ്ഞു. കണ്ടോ, ശുശ്രൂഷയ്ക്ക് സജീവമാക്കുകയാണ്. പരിശുദ്ധാത്മാവ് പീലിപ്പോസിനെ എന്താ പറയാ, ഇങ്ങനെ പുഷ് ചെയ്യാൻ, സമ്മർദ്ദം കൊടുക്കുകയാണ്. കണ്ടോ, ആ ശുശ്രൂഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തിട്ട് പരിശുദ്ധാത്മാവ് പീലിപ്പോസിനെ കൊണ്ട് അങ്ങ് ചെയ്യിപ്പിക്കുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, കർത്താവിന്റെ ദൂതനാണ് പീലിപ്പോസിനോട് ആദ്യം പറയുന്നത്, പീലിപ്പോസെ, നീ എത്യോപ്യക്കാരൻ ഷണ്ടൻ ദേ വരുന്നുണ്ട്, ഗാസയിൽ നിന്ന് വരുന്ന, ജെറുസലേമിൽ പള്ളിയിൽ ആരാധന അഴിച്ചിട്ട് വരികയാണ്, വേഗം ആ പാതയിലേക്ക് പോയി ആ രഥത്തിന്റെ അടുത്ത് ചെല്ലണം എന്നൊക്കെ പറഞ്ഞ് ഒരു ദൂതൻ വന്ന് ദൈവത്തിന്റെ ശുശ്രൂഷ കൈമാറിയ സമയം മുതൽ
ഫിലിപ്പോസിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് സജീവമാവാൻ തുടങ്ങിയ കണ്ടോ. എന്തൊരു നല്ല ഒരു ദൈവത്തിന്റെ പ്രവൃത്തികൾ, എത്ര മനോഹരമായിട്ടാണ് ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുന്നത്. അങ്ങനെ ഈ രഥത്തിന്റെ അടുത്തെത്തുന്നവരെയും പരിശുദ്ധാത്മാവ് ആ നിലയിൽ പ്രവർത്തിച്ചില്ല. അത് ആ ശുശ്രൂഷയുടെ പ്ലാറ്റ്ഫോമിലേക്ക് ഫിലിപ്പോസ് കയറിയപ്പോൾ, ഫിലിപ്പോസ് കയറിയ നിമിഷത്തിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ ഈ രഥത്തിനോട് അടുത്ത്, ആ വചനം പറയുന്നത് എങ്ങനെയാണ്, ഫിലിപ്പോസിനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അതുവരെ പരിശുദ്ധാത്മാവ് പറഞ്ഞില്ല. പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രത്യേകത, പല പ്രത്യേകതയിൽ ഒരു പ്രത്യേകതയാണ് പറഞ്ഞുകൊണ്ടേയിരിക്കും പരിശുദ്ധാത്മാവ്. കണ്ടോ, എല്ലാവരോടും കയറി പറയില്ല. പരിശുദ്ധാത്മാവ്, ആ ഒരു കാര്യം മറക്കരുത്, പരിശുദ്ധാത്മാവ് ഉള്ളവനോട് സംസാരിക്കുകയുള്ളൂ. നിങ്ങൾ ആ പദം ഒന്ന് എഴുതി വെക്കണം കേട്ടോ, ഹൃദയത്തിൽ എഴുതി വെച്ചോണം. പരിശുദ്ധാത്മാവ് എല്ലാവരോടും സംസാരിക്കുകയില്ല. പരിശുദ്ധാത്മാവ് ഉള്ളവനോട് മാത്രമേ സംസാരിക്കുകയുള്ളൂ. എന്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നോട് മാത്രമേ സംസാരിക്കുകയുള്ളൂ. എന്നോട് വ്യക്തിപരമായി, എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതൻ എന്ന നിലയിൽ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിക്കും. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ സംസാരിക്കുന്നവന് മാത്രമേ ദൈവത്തിന്റെ യഥാർത്ഥ ശുശ്രൂഷകനായി ഈ ഭൂമിയിൽ ദൈവമഹത്വത്തിന് പാത്രമാകുവാൻ സാധിക്കുകയുള്ളൂ. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് പറയാൻ തുടങ്ങി ഫിലിപ്പോസിനോട്. ദൈവത്തിന് ദൂതൻ ശുശ്രൂഷ ഏൽപ്പിച്ചു. ദൈവപിതാവിൽ നിന്ന് നമ്മൾ വെളിപാട് 1:1 പറയുന്നത് പോലെ ഒരു ശുശ്രൂഷ പിതാവിൽ നിന്ന് പുറപ്പെട്ട് പുത്രൻ വഴി ദൈവദൂതൻ വഴി യോഹന്നാന് കൈമാറിയതുപോലെ പിതാവിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഈ ശുശ്രൂഷ ദൂതൻ വഴി ഫിലിപ്പോസിനെ ഏൽപ്പിച്ചു. ഇതാ ഉടനെ ഫിലിപ്പോസിനെ ആ ശുശ്രൂഷ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് ഫിലിപ്പോസിന്റെ ശുശ്രൂഷയായി. ഫിലിപ്പോസിന്റെ ഡ്യൂട്ടിയായി. ഈ ഡ്യൂട്ടിയെ സജീവമാക്കുകയാണ് ഫിലിപ്പോസിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്. ഫിലിപ്പോസിനോട് സംസാരിക്കാൻ തുടങ്ങി, വേറെ ആരോടും അല്ല. വലിയൊരു കാര്യമാണ്. പരിശുദ്ധാത്മാവ് ഉള്ളവരോട് മാത്രമേ സംസാരിക്കുകയുള്ളൂ. മറന്നുപോകരുത്. പരിശുദ്ധാത്മാവ് ഉള്ളവരോട് മാത്രമേ സംസാരിക്കുകയുള്ളൂ. ദൂതന്മാർക്ക് ആരോട് സംസാരിക്കാം, എന്നാൽ പരിശുദ്ധാത്മാവ് ഉള്ളവരോട് മാത്രമേ സംസാരിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ഫിലിപ്പോസിനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു. എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അത് പഠിപ്പിക്കാൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പറഞ്ഞു. ഹല്ലേലൂയ. എത്ര നല്ല എന്താ പറയാ, എത്ര ശ്രേഷ്ഠമായ വിശ്വസ്തതയും തീക്ഷ്ണതയുമുള്ള, എന്താ പറയാ, ആ വിളിയോട് എത്ര സമർപ്പണമുള്ള ഒരാൾക്ക് മാത്രമേ പറയുന്നത് അനുസരിക്കാൻ കഴിയൂ. ആ കീഴ്പ്പെടുന്ന മനോഭാവം, ആ സമർപ്പണം, ആ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ അനുഭവം, ആ വ്യക്തിക്ക് മാത്രമേ ഈ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന അനുസരിക്കാൻ കഴിയുള്ളൂ. എൻ്റെ പ്രിയമുള്ളവര്, സത്യമായിട്ടും ഞാൻ ഇന്ന് എന്ത് പറയണമെന്ന് ഞാൻ ഒന്നും ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ടേ ഇല്ല. എന്നാൽ ഇപ്പോൾ ഈ ബയോറാമിന്റെ മകൻ ബാലാം എന്ന് പറയാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഉള്ളിൽ ആത്മാവ് സജീവമായി എനിക്ക് അതിന്റെ വചനത്തിന്റെ ജ്ഞാനം ചുരുളൊഴിച്ചു തരാൻ തുടങ്ങി. അവന്റെ അപ്പനുമായിട്ട് കണക്ട് ചെയ്യാൻ തുടങ്ങി. സത്യമായും ഇന്ന് വരെയും ഞാൻ ഈ സംഭവം കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ഇതിപ്പോൾ സംഭവിച്ചതാണ്. കാരണം ഇത് പരിശുദ്ധാത്മാവിന്റെ സമയത്ത് പരിശുദ്ധാത്മാവ് ഉള്ളിൽ ചലിപ്പിച്ച് രൂപപ്പെടുത്തി പുറത്തെടുക്കുന്ന ശുശ്രൂഷയാണ്. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് പറയുന്നതായിരിക്കണം നമ്മുടെ ശുശ്രൂഷ. പരിശുദ്ധാത്മാവ് പറയുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ശുശ്രൂഷ. പരിശുദ്ധാത്മാവിൽ പരിജ്ഞാനം പ്രാപിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ശുശ്രൂഷ.
പരിശുദ്ധാത്മാവിൽ എന്ത് പറഞ്ഞത് കേട്ടോ, എന്തറിയിച്ചത് ഞാൻ കേട്ടോ അത് പറയുക. അതാണ് എന്നെ സംബന്ധിച്ചുള്ള, ഓരോ ദൈവ ശുശ്രൂഷകരെ സംബന്ധിച്ചുള്ള, ഓരോ പ്രവാചകരെ സംബന്ധിച്ചുള്ള ആകെ ശുശ്രൂഷ. വേറൊന്നും ഒരു ശുശ്രൂഷയല്ല. വേറെ ഒന്നും ശുശ്രൂഷയെ സ്വർഗം പരിഗണിക്കുകയില്ല. അതൊക്കെ അവരുടെ വികാരമാ, അവരുടെ അറിവാ, അവരുടെ ഇന്നലകളാ, അവരുടെ ഇന്നലകളിലെ പുസ്തകത്തിന്റെയോ അല്ലെങ്കിൽ ഇന്നലകളിലെ ദൈവാത്മാവ് അറിയിച്ചതിന്റെ അറിവോ ഒക്കെ ആയിരിക്കാം. പക്ഷെ ഇന്നിന്റെ അന്നേരയിലുള്ള ശുശ്രൂഷ അപ്പോൾ ആത്മാവ് പറഞ്ഞ് അല്ലെങ്കിൽ പറയുന്നത് എത്രേ, അറിയിക്കുന്നത് കൈമാറുന്നത് എത്രേ ഇന്നിന്റെ ശുശ്രൂഷ. പ്രിയമുള്ളവരെ, നമ്മൾ ഒരിക്കലും ഇന്നലെയുടെ ശുശ്രൂഷ ചെയ്യരുത്, ഇന്നിന്റെ ശുശ്രൂഷ ചെയ്യാൻ പാടുള്ളൂ. ഇന്ന് ഇപ്പോൾ എന്താണോ അത് ഞാൻ അറിയുന്നു, അത് കൈമാറും. ഇന്നലകളുടെ ശുശ്രൂഷ ഒന്നും നമുക്ക് ഗുണകരമല്ല. ദൈവരാജ്യത്തിന് ദൈവരാജ്യത്തെ വിസ്തൃതമാക്കുന്നതും അല്ല. ഇന്നലകളിലെ ശുശ്രൂഷകളെ നമ്മൾ ഫോക്കസ് ചെയ്ത് അതിനെ പൊടിതട്ടിയെടുക്കുന്നതൊന്നും ദൈവരാജ്യത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നതല്ല. അതിൻ്റെ അകത്തൊരു മാനുഷിക ഇഷ്ടമുണ്ട്, മാനുഷിക വികാരമുണ്ട്. അതൊന്നും സ്വർഗത്തിൽ പണിയായി, ഒരു വേലക്കാരന്റെ പണിയായി ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുന്ന കൂട്ടത്തിൽ ആ ശുശ്രൂഷ കാണുകയില്ല. ഓരോരുത്തരും അവനവന്റെ പണി വെളിപ്പെട്ട് വരുമെന്നല്ലേ അപ്പസ്തലൻ പഠിപ്പിച്ച്. അത് അഗ്നി കൊണ്ട് ശോധന ചെയ്യുന്ന അന്ന് അഗ്നി കൊണ്ട് ശോധന ചെയ്യുമ്പോൾ കച്ചി പോലെയോ പുല്ല് പോലെയോ വൈക്കോല് പോലെയോ ഓട് പോലെയൊക്കെ അത് കത്തിച്ചാമ്പലായി പൊട്ടിത്തെറിച്ചൊക്കെയായി നഷ്ടപ്പെട്ടു പോകും. നിലനിൽക്കണമെങ്കിൽ, ശുശ്രൂഷകൾ നിലനിൽക്കണമെങ്കിൽ അറിയുന്നു, അത് പറയുന്നു, അറിയുന്നു, കൈമാറുന്നു, അറിയുന്നു, വിതയ്ക്കുന്നു, നിർബന്ധിക്കുന്നു, നമ്മൾ പോകുന്നു, നമ്മളെ സമ്മർദ്ദം ചെലുത്തുന്നു, നമ്മൾ അതിനുവേണ്ടി നിലകൊള്ളുന്നു. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് പീലിപ്പോസിനോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് പീലിപ്പോസിനെ അങ്ങ് ജ്വലിപ്പിച്ചു. പരിശുദ്ധാത്മാവ് പീലിപ്പോസിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തി. ഹല്ലേലൂയ. പ്രചോദനം, പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം. ഈ പ്രഭാഷകന്റെ പുസ്തകം 15:9 അവസാനത്തിൽ എഴുതിയിരിക്കുന്ന ആ ഒരു പദപ്രയോഗം എങ്ങനെയാണ്? അവൻ ദൈവത്തിന്റെ പ്രചോദനം ഉൾക്കൊള്ളുന്നില്ല. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിന് പ്രചോദനമുണ്ട്. അപ്പൊ ദൈവത്തിന്റെ പ്രചോദനം ഉൾക്കൊള്ളുന്നവന് മാത്രമേ പ്രീതിയോടെ ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ കഴിയുകയുള്ളൂ. ദൈവത്തിന്റെ പ്രചോദനം ഉൾക്കൊള്ളുക. ഈ ഈശോയെ കുറിച്ച് യോഹന്നാൻ പറയുന്നത് ഇങ്ങനെയാണ്: അവന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് യേശുവിനെ വിഴുങ്ങി. ഉണ്ടോ? അതൊരു പരിശുദ്ധാത്മാവിന്റെ പ്രചോദനമാണ്. യേശുവിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് യേശുവിനെ അങ്ങ് എരിവുള്ളവനാക്കുകയാണ്. ആ തീഷ്ണത കൊണ്ട് അങ്ങ് ജ്വലിപ്പിക്കുകയാണ്. ആ ജെറുസലേം ദേവാലയത്തിലെ ആടുമാടുകളെയും നാണയമാറ്റക്കാരെയെല്ലാം യേശു തള്ളി പുറത്താക്കുകയാണ്, ചാട്ടയെടുത്ത് ഓടിക്കുകയാണ്. അതിനെക്കുറിച്ച് അവിടെ പറയുകയാണ്, അവന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ്. ആ എരിവുണ്ടാകുന്ന ആ ഒരു രീതി പരിശുദ്ധാത്മാവിന്റെ ശക്തമായ പ്രചോദനമാണ്, ശക്തമായ തീഷ്ണത. ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ചില ആളുകളെ കുറിച്ച് പെട്ടെന്ന് നമ്മൾ ഒരാളെ കാണുമ്പോൾ ഭാരമുണ്ടാകും. ചിലരോട് ചിലത് പറയാൻ നമുക്കൊരു പെട്ടെന്നൊരു തീഷ്ണത ഉണ്ടാകും. അതെല്ലാം പരിശുദ്ധാത്മാവിന്റെ സമ്മർദ്ദമാണ്, പരിശുദ്ധാത്മാവിന്റെ നിർബന്ധമാണ്. അതാണ് ആ സമയത്തുള്ള നമ്മുടെ ശുശ്രൂഷ. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന്റെ സമ്മർദ്ദത്തിലും പരിശുദ്ധാത്മാവിന്റെ നിർബന്ധത്തിലും നമ്മൾ സർവീസ് ചെയ്താൽ 100 മേനി അതിന് ഫലമുണ്ടാകും. അത് 50, 30, 40, 60 മേനിയല്ല, 100 മേനി ഫലമുണ്ടാകും. നമ്മൾ വിതച്ച ആ കതിര്, ആ മണികളൊന്നും വളരാതെ നഷ്ടപ്പെട്ടു പോവുകയില്ല. അതാണ് അതിൻ്റെ ഒരു രഹസ്യ ഒരു സത്യം. വലിയൊരു സത്യമാണത്, വലിയൊരു സത്യമാണ്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം, പരിശുദ്ധാത്മാവിന്റെ നിർബന്ധം, അത് നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ എന്നും കാത്തു സൂക്ഷിക്കണം. എന്റെ പ്രിയമുള്ളവരെ, ചില സമയങ്ങളിൽ എന്താ പറയാ, നമ്മൾ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പെട്ടെന്ന് ഒരു വ്യക്തിയുടെ അടുക്കിലേക്ക് പോകാൻ നമ്മളെ അങ്ങ്
നമ്മുടെ മേൽ സമ്മർദ്ദം വരും. അല്ലെങ്കിൽ ഒരു വിഷയം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ വിഷയമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു സംഭവം നമ്മുടെ ഇടയിലേക്ക് ഈ ശുശ്രൂഷ സമയത്ത് പരിശുദ്ധാത്മാവ് പെട്ടെന്ന് കൈമാറും. പെട്ടെന്ന്. അപ്പൊ നമ്മൾ ബുദ്ധി കൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷ ആവർത്തിക്കരുത്, അല്ലെങ്കിൽ അതിനെ ഫോളോ അപ്പ് ചെയ്യരുത്. പെട്ടെന്ന് തന്നെ ഈ വന്നത് എന്താണോ അതിലേക്ക് നമ്മൾ പ്രവേശിക്കണം. അങ്ങനെ പ്രവേശിച്ചാൽ ആ വന്ന ഒരു വാക്കിലൂടെ, ആ വന്ന ഒരു ദർശനത്തിലൂടെ, ആ വന്നൊരു പ്രവചനത്തിലൂടെ, ആ വന്നൊരു വെളിപാടിലൂടെ, ആ വന്ന ഒരു ശുശ്രൂഷയുടെ വേറൊരു നിലയുടെ ഒരു ഏരിയയിലൂടെ വേഗത്തിൽ നമ്മൾ പ്രവേശിച്ച് ആ ശുശ്രൂഷ നമ്മളിൽ നിന്ന് പുറപ്പെടുവാൻ തുടങ്ങുമ്പോഴേക്ക് പെട്ടെന്ന് ജനത്തിനിടയിൽ ശക്തമായ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങും. നമ്മളെപ്പോഴും ഈ ദൈവാത്മാവിന്റെ പ്രചോദനം അറിയണമെങ്കിൽ നമുക്കെപ്പോഴും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആ ഭയങ്കരമായ ബന്ധത്തിൽ മാത്രമേ, പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധാത്മാവായിട്ടുള്ള നമ്മുടെ അങ്ങനെ ആ ബന്ധത്തിൽ, ആ ദൃഢമായ ബന്ധത്തിൽ നമ്മളിങ്ങനെ ശുശ്രൂഷിക്കുക. നമ്മളൊരു അഹങ്കാര വാക്ക് പറഞ്ഞെന്ന് വെച്ചോ, പെട്ടെന്ന് സെക്കൻഡിനുള്ളിൽ നമ്മൾ ഉള്ളതിൽ അധികം മേന്മ ഭാവിച്ചെന്ന് വെച്ചു, പെട്ടെന്ന് നമുക്ക് വളരെ പെട്ടെന്നൊരു ഫീല് വെളിപ്പെടും. പെട്ടെന്ന് തന്നെ നമ്മൾ ആ സമൂഹത്തിൽ വെച്ച് തന്നെ വിളിച്ചു പറയും, കർത്താവേ എളിമ തരണമേ, അല്ലെങ്കിൽ എന്നെ എന്താ പറയാ, ഒരു ശിശുവിന്റെ മനസ്സ് തരണേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ ഒരു ഭാരം പരിശുദ്ധാത്മ തരും. ഇത് നമുക്ക് ഉണ്ടാകുന്നതെല്ലാം ഈ ആത്മാവിനിങ്ങനെ ലയിച്ച് ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് മാത്രമായിരിക്കും. അപ്പൊ നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ ആത്മാവിൽ ലയിച്ചുകൊണ്ട് മാത്രമായിരിക്കണം നമ്മുടെ എപ്പോഴും ഉള്ള ശുശ്രൂഷകൾ. എങ്കിലേ നമുക്ക് പോലും നമ്മളെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഈ ആത്മാവിൽ ലയിച്ച് നയിക്കപ്പെടുമ്പോഴാണ് വാസ്തവത്തിൽ എനിക്ക് മനസ്സിലാവുകയുള്ളൂ. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിർബന്ധങ്ങൾ എപ്പോഴെങ്കിലൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ചെവി കൊടുക്കണം, അതിനുവേണ്ടി സമയം ചെലവഴിക്കണം. അതൊരു പക്ഷെ വിഡ്ഢിത്തരമായി നമുക്ക് തോന്നാം. ചിലർ നമ്മളെ വിമർശിച്ചെന്ന് വരാം, നല്ല ക്ലാസ് ആയിരുന്നു, അതിൻ്റെ ഇടയിൽ എന്തിനാണ് ഇത് പറഞ്ഞത് എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞെന്ന് വരാം. പക്ഷെ നമ്മൾ നോക്കണ്ട, അതിന് വലിയ റിസൾട്ട് ഉണ്ടാകും. ഈ പറഞ്ഞ വ്യക്തി ആത്മാവിൽ നയിക്കപ്പെടാത്ത ഒരു വ്യക്തിയായിരിക്കാം. ആ വ്യക്തി ബുദ്ധി കൊണ്ടായിരിക്കാം ഈ സുവിശേഷങ്ങളെ കേൾക്കുന്നത്. ഈ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ജോയ് ബ്രദറിന്റെ പ്രസംഗം നല്ലതാണ്, നന്നായിട്ട് പ്രസംഗിക്കുന്നു, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഈ ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുന്നു. വെറുതെ ഭാഷാവരം, നന്നായിട്ട് പ്രസംഗിക്കുന്ന ബ്രദറിനെ ഈ ഭാഷാവരം ഉപയോഗിക്കുന്നു കേട്ടോ. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ നിർബന്ധം വെച്ചാൽ എന്താണോ നിർബന്ധിക്കുന്നത്, നമ്മളോടൊന്ന് കരയാനാണോ പരിശുദ്ധാത്മ നിർബന്ധിക്കുന്നത്, എല്ലാ സെക്ഷനും അവസാനിപ്പിക്കുക, കരയുക. പരിശുദ്ധാത്മ നമ്മൾ നിർബന്ധിക്കുകയാണെന്ന് ചിരിക്കാൻ, എല്ലാ സെക്ഷനും അവസാനിപ്പിക്കുക, നമ്മൾ ചിരിക്കുക. നമ്മൾ നമ്മുടെ മുമ്പിലിരിക്കുന്ന ജനത്തിന്റെ ശുശ്രൂഷകരല്ല, നമ്മളെ വിളിച്ച ആ സംഘാടകരുടെ ശുശ്രൂഷകരല്ല, നമ്മളെ ഏതെങ്കിലും വൈദികനോ അല്ലെങ്കിൽ ഒരു പിതാവോ അല്ലെങ്കിൽ ആരാണോ നമ്മളെ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ചത് ആരുടെയും ശുശ്രൂഷകരല്ല. നമ്മൾ ദൈവത്തിന്റെ ശുശ്രൂഷകനാണ്. അതുകൊണ്ട് തന്നെ ഓരോ ശുശ്രൂഷയിലും ദൈവം എന്താഗ്രഹിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവ് എന്ത് പ്രചോദിപ്പിക്കുന്നു, നിർബന്ധിക്കുന്നു, അത് മാത്രമേ നമ്മളിൽ നിന്ന് പുറപ്പെടാൻ പാടുള്ളൂ. ആ കാര്യം ആരും മറന്നു പോകരുത്. അങ്ങനെ മറന്നാൽ നമ്മുടെ ശുശ്രൂഷ നിലനിൽക്കുകയില്ല. എന്നെ പ്രിയമുള്ളവരെ, എൻ്റെ ശുശ്രൂഷ ജീവിതത്തിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ സമയത്ത് എനിക്ക് ഓർമ്മയിൽ ഇങ്ങനെ പരിശുദ്ധാത്മ തരികയാണ്. ഞാൻ ഒരുപാട് ശുശ്രൂഷ സ്ഥലങ്ങളിൽ നിന്ന് 1 വർഷം 2 വർഷം 4 വർഷമായപ്പോഴെല്ലാം മാറി മാറി പോകാൻ ഇടയായിട്ടുണ്ട്. പല അനുഭവത്തിലൂടെയൊക്കെയാണ് ഞാൻ മാറാനിടയായിട്ടുള്ളത്. പലപ്പോഴും എനിക്കെതിരായി പലതും വന്നതും എന്നെ തടഞ്ഞു വെച്ചതും എനിക്ക് വല്ലാതെ ബ്ലോക്ക് ഉണ്ടാക്കിയതുമായ ഒരുപാട് സംഗതികൾ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്ത വരുമായിരുന്നു, ഇതോടെ എൻ്റെ ശുശ്രൂഷകളെല്ലാം അവസാനിച്ചു. കണ്ടോ, ഇതോടെ എൻ്റെ എല്ലാ ശുശ്രൂഷകളുടെ അവസരങ്ങളും എൻ്റെ എല്ലാ തീഷ്ണതയും അഭിഷേകവും കൃപാവരങ്ങളും ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധമെല്ലാം തീർന്നു എന്നൊക്കെ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. എന്നാൽ എങ്ങനെ
അത് നിന്നോ അതിന്റെ എത്രയോ ഇരട്ടി ശക്തിയോടെയും അഭിഷേകത്തോടെയും ദൈവ സാന്നിധ്യത്തോടെയും ദൈവിക അനുഭവത്തിലൂടെ എല്ലാം വീണ്ടും ദൈവം ഉയർന്ന നിലയിൽ ശുശ്രൂഷ തുറന്നു എന്നല്ലാതെ അതിലൊരു കുറവും ഇന്ന് വരെ സംഭവിച്ചതായി എൻ്റെ ജീവിതത്തിലില്ല. കാരണം ഇതാണ്, ഞാൻ ആ ശുശ്രൂഷിച്ച മണിക്കൂറിലെല്ലാം ദൈവത്തിന്റെ ഹിതമായിരുന്നു ചെയ്തത്. എന്നെ പ്രിയമുള്ളവരെ, പലരും അതിശക്തമായി എന്നോട് വിമർശനമായി എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. അവിടെയെല്ലാം പലപ്പോഴും എനിക്ക് വേദന, ആ സമയത്ത് അഹങ്കാരമുള്ളതുകൊണ്ട് തോന്നിയിട്ടുണ്ട്. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, മുൻപിൽ കർത്താവ് വേറൊരു ഓപ്പർച്യൂണിറ്റി, അതിനേക്കാൾ ഉയർന്ന നിലയിലുള്ളത് തുറന്ന് തരികയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഞാനിപ്പോ പറയുമ്പോൾ അത് ഞാൻ ഓർത്ത് പറയും. പരിശുദ്ധാത്മാവ് എന്നെ ആത്മാവ് ഇപ്പോൾ ഓർപ്പിക്കുമ്പോൾ ഇത് ആരോടോ ദൈവം സംസാരിക്കുന്ന ഒരു പ്രവചന ദൂതാണ്. ആ പ്രവചനം ഇതാണ്: നിങ്ങൾ കർത്താവിന്റെ പ്രേരണയിൽ നിന്നും മാത്രമേ ശുശ്രൂഷിക്കാവൂ. അങ്ങനെ ചെയ്താൽ ദൈവം നിങ്ങളെ ഉയർത്തിക്കൊണ്ടേയിരിക്കും. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ബ്രദറെ, ശുശ്രൂഷയിൽ ഒരു ഉയർച്ചയില്ലെങ്കിൽ ഒറ്റ കാരണമേ ഉള്ളൂ, ദൈവത്തിന്റെ നിർബന്ധത്തിലല്ല നാം ശുശ്രൂഷിക്കുന്നത്. ശുശ്രൂഷയിൽ ഒരു അസാധാരണ നിലയിലുള്ള ഒരു ശക്തി, അഭിഷേകമോ ദൈവത്തിന്റെ അടയാളങ്ങളോ അത്ഭുതങ്ങളോ അല്ലെങ്കിൽ രോഗശാന്തികളോ ഡെലിവറൻസോ ഹീലിംഗോ ഒന്നും കാര്യമായി വെളിപ്പെടുന്നില്ല ബ്രദറെ. ഇല്ലെങ്കിൽ ഒരു കാര്യം ഇതാണ്, നിങ്ങൾ പ്രചോദനത്തിലല്ല ശുശ്രൂഷിക്കുന്നത്. നല്ല പ്രബോധനമാണ്, നല്ല ക്ലാസ്സാ, നിങ്ങൾക്ക് നന്നായിട്ട് വാക്ചാതുര്യമുണ്ട്, നല്ല പാണ്ഡിത്യമുണ്ട്, നല്ല അറിവുണ്ട്, നല്ല ബൈബിൾ അറിവുണ്ട്. പക്ഷേ നിങ്ങൾ ആത്മാവിന്റെ പ്രചോദനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാൻ ഇപ്പോൾ ആത്മാവിൽ ഞാൻ ഒരു പഴയൊരു സംഭവം എൻ്റെ മുമ്പിലേക്ക് വരികയാണ്. ഞാനൊരു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശക്തിയുടെ നല്ല അഭിഷേകത്തിന്റെ ശുശ്രൂഷ നടക്കുകയാണ്. അപ്പോൾ എൻ്റെ പിറകിലെ തോളിൽ, എൻ്റെ റൈറ്റ് സൈഡ് തോളിൽ ആരോ വന്ന് എന്നെ ഇങ്ങനെ കൈകൊണ്ട് പിടിച്ചു, കൈകൊണ്ട് തൊട്ടു. ഞാനിങ്ങനെ പിറകോട്ട് തിരിഞ്ഞു നോക്കി. ആരാണെന്ന് ഞാൻ തിരിഞ്ഞു നോക്കി, ആരെയും കണ്ടില്ല. വീണ്ടും ഞാൻ ശുശ്രൂഷ മുന്നോട്ട് പോവുകയാണ്. പെട്ടെന്ന് എൻ്റെ മേൽ വീണ്ടും ആ കൈ വന്നു പതിച്ചു. ഞാൻ വേഗത്തിൽ പറഞ്ഞു, കർത്താവിന്റെ ദൂതൻ എന്നെ തൊടുകയാണ്. കർത്താവിന്റെ ദൂതൻ എന്നെ തൊട്ട നിമിഷത്തിൽ എനിക്ക് മനസ്സിലായി, ഈ ധ്യാനം ഇവിടെ തീരുകയാണ്, ഇവിടെ അവസാനിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ അവിടെ വെച്ച് അത് പ്രഖ്യാപിച്ചു. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ശുശ്രൂഷിക്കുന്നതെങ്കിൽ നമ്മുടെ മുൻപിൽ സാധ്യതകൾ തുറന്നു തരുവാനും ശക്തി അയച്ചു തരുവാനും പ്രവൃത്തി ഉന്നതമാക്കുവാനും നമ്മുടെ ദൈവത്തിന് സാധിക്കും. നമ്മളെ ഉപയോഗിക്കുവാനും ദൈവത്തിന് സാധിക്കും. ദൈവത്തിന്റെ പ്രചോദനം ഉൾക്കൊള്ളുക. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഈ മണിക്കൂറിൽ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിച്ച 2 കാര്യങ്ങൾ: 1, ഇന്നലകളെ മറന്ന് പോകരുത്. 2, പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം എന്താണോ അതാണ് നമ്മുടെ ശുശ്രൂഷ. പരിശുദ്ധാത്മാവ് എന്താണോ പറഞ്ഞത് അതാണ് നമ്മൾ പറയേണ്ടത്. പരിശുദ്ധാത്മാവ് എന്താണോ നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ മണിക്കൂറിൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി നമുക്ക് തന്ന ഈ 2 കാര്യങ്ങൾ: 1, ഇന്നലകളെ മറന്ന് അല്ല ദൈവം നമ്മളെ ശുശ്രൂഷയിൽ ഉപയോഗിക്കുന്നത്, ഇന്നലകളെ സ്മരിച്ചുകൊണ്ടാണ്. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇന്നലകളിൽ നമ്മളെ സഹായിച്ചവരോടുള്ള കടപ്പാടും ബന്ധവും പ്രാർത്ഥനയും നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ, ശുശ്രൂഷ ജീവിതത്തിൽ എന്നും ഉണ്ടായിരിക്കണം. നമ്മൾ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പോലും, നമ്മുടെ ഇന്നലകളിൽ നമ്മളെ സഹായിച്ചിട്ടുള്ളവർക്ക് വേണ്ടി പോലും നമ്മൾ ശുശ്രൂഷ, നമ്മുടെ മുൻപിൽ അവർക്കും ഒരു ശുശ്രൂഷ ചെയ്യാനുണ്ട്. ആ ശുശ്രൂഷയെ നമ്മൾ നിർവഹിക്കണം. ആ ഒരു കടപ്പാടും ആ ഒരു വിശ്വസ്തതയും ആ ഒരു ദൈവസ്നേഹ സ്വഭാവവും നമ്മളിൽ ഉണ്ടായിരിക്കണം എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. നമ്മൾ ഈ സമയം എല്ലാവരും വരിക, ഒരുമിച്ച് അല്പനേരം നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് എല്ലാവരും വേഗത്തിൽ ഒരുമിച്ച് വരിക.
ദൈവം നിങ്ങളെല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് അനുവദിക്കുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ ലൈനിൽ വരും. അതുപോലെ തന്നെ നമ്മളെ ശക്തരായ ദൈവ ശുശ്രൂഷകരൊക്കെ ലൈനിലുണ്ട്. ഓരോരുത്തരെയും ദൈവത്തിന്റെ ആത്മാവ് കാറ്റെങ്ങോട്ടാണ് വീശുന്നത്, ആരുടെ മേലാണോ വീശുന്നത്, അവരായിരിക്കും ശുശ്രൂഷ ലീഡ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടെയും തീഷ്ണതയോടെയും മറ്റനേകരോട് ഈ ശുശ്രൂഷയെക്കുറിച്ച് അറിയിക്കുകയും എല്ലാവരും കൂട്ടിക്കൊണ്ടു വരികയും ചെയ്യണം. ഈ സമയം എല്ലാവരും വരിക. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അല്പനേരം ഭാഷാവരത്തിൽ പ്രാർത്ഥിച്ച് സ്തുതിക്കാൻ പോവുകയാണ്. ശക്തിയോടെ നമ്മളെല്ലാവരും സ്തുതിച്ച് ഒരു അഭിഷേകത്തിന്റെ നിറവിൽ പ്രാർത്ഥിച്ച സെക്ഷൻ, ഇന്നത്തെ സെക്ഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. ഹല്ലേലൂയ. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. കൂടി എല്ലാവരും ശക്തമായി പ്രാർത്ഥിച്ച് സ്തുതിച്ചുകൊണ്ടിരിക്കുക. അവസാനിച്ചാൽ അല്പനേരം കൂടി സ്തുതിച്ചുകൊണ്ടിരിക്കുക.